ഹായ് ഓൾ, ഹാപ്പി മോർണിംഗ്, ഹാവ് എ ഗ്രേറ്റ് ഡേ. ഈ ഒരു നിമിഷത്തിൽ എത്തി നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ആദ്യമായി ഹാപ്പിറ്റ്യൂഡ് 7Xന്റെ തേർഡ് ഡേയിൽ എത്തിയിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഞാൻ ഹാർട്ട്ലി വെൽക്കം ചെയ്യാണ്. ഇനി നമുക്ക് മെഡിറ്റേഷനിലോട്ട് കടക്കാം. എല്ലാവരും നട്ടെല്ലാം നിവർത്തി കണ്ണുകൾ അടച്ച് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുക. സ്വസ്ഥമായി നിവർന്നിരിക്കുക. ആഴത്തിൽ ശ്വസിക്കുക. ശ്വാസത്തെ പിടിച്ചു വയ്ക്കുക. ശ്വാസത്തെ വളരെ സാവധാനം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നിങ്ങളുടെ മനസ്സ് ശുദ്ധമാകുന്നത്, ശരീരം ലഘുവാകുന്നതും അനുഭവിക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസത്തെ പിടിച്ചു നിർത്തുക. ശ്വാസത്തെ സാവധാനം പുറത്തേക്ക് വിടുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസത്തെ പിടിച്ചു നിർത്തുക. സാവധാനം ശ്വാസത്തെ പുറത്തേക്ക് വിടുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസത്തെ പിടിച്ചു നിർത്തുക. സാവധാനം ശ്വാസത്തെ പുറത്തേക്ക് വിടുക. ഫൗണ്ടേഴ്സ് സർക്കിളിൻ്റെ ഊർജം ഓരോ ശ്വാസോച്ഛ്വാസത്തിലും താങ്കളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് തിരിച്ചറിയുക. മനസ്സുകൊണ്ട് ആവർത്തിക്കുക: ഞാൻ ഫൗണ്ടേഴ്സ് സർക്കിളിൻ്റെ അഭിമാനമാണ്. എൻ്റെ സ്വപ്നങ്ങൾ, ദയ, കൃതജ്ഞത എന്നിവ എൻ്റെ ബിസിനസ്സിനെയും ജീവിതത്തെയും നയിക്കുന്നു. ഞാൻ സമൃദ്ധിയിലേക്കും വിജയത്തിലേക്കും നടക്കുന്നു. ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ ശക്തി നിറയ്ക്കുന്നത് അനുഭവിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ കൂട്ടായ്മ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളെ പിന്തുണയ്ക്കുന്നു. നിങ്ങൾ നിങ്ങളുടേതായ ബിസിനസ് ഒരു വൃക്ഷമായി സങ്കല്പിക്കുക. ശക്തമായ വേര്, പച്ചപ്പ് നിറഞ്ഞ ഇലകൾ, ധാരാളം ഫലങ്ങൾ. ഓരോ ദിവസവും താങ്കളുടെ ബിസിനസ് വളർന്നു വരുന്നു. പുതിയ അവസരങ്ങൾ ആകർഷിക്കുന്നു. മനസ്സുകൊണ്ട് ഉരുവിടുക: എൻ്റെ ബിസിനസ് സമൃദ്ധമായി വളരുന്നു. പുതിയ ഉപഭോക്താക്കൾ എൻ്റെ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും സ്നേഹിക്കുന്നു. എൻ്റെ തീരുമാനങ്ങൾ ജ്ഞാനവും ദർശനവും നിറഞ്ഞതാണ്. എൻ്റെ ടീം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് വിജയം കൈവരിക്കുന്നു. നിങ്ങളുടെ ബിസിനസ് ലോകത്ത് നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതായി സങ്കല്പിക്കുക. ഉപഭോക്താക്കൾ നിങ്ങളുടെ സേവനങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഊഷ്മളമായ ഒരു വെളിച്ചം പുറപ്പെടുന്നതായി സങ്കല്പിക്കുക. ഈ വെളിച്ചം നിങ്ങളുടെ കുടുംബത്തിലേക്കും സുഹൃത്തുക്കളിലേക്കും ഉപഭോക്താക്കളിലേക്കും സഹപ്രവർത്തകരിലേക്കും വ്യാപിക്കുന്നു. മനസ്സുകൊണ്ട് ആവർത്തിക്കുക: എൻ്റെ ബന്ധങ്ങൾ സ്നേഹവും വിശ്വാസവും കൊണ്ട് ശക്തിപ്പെടുന്നു. എൻ്റെ കുടുംബം ഐക്യം സന്തോഷത്തിലും വളരുന്നു. എൻ്റെ ഉപഭോക്താക്കൾ എൻ്റെ സേവനങ്ങളിൽ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തുന്നു. നിങ്ങളുടെ ഉപഭോക്താക്കൾ നിങ്ങളെ പ്രശംസിക്കുന്നതും നിങ്ങളുടെ കുടുംബം ഒരുമിച്ച് സന്തോഷിക്കുന്നതും നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ പിന്തുണയ്ക്കുന്നതും സങ്കല്പിക്കുക. നിങ്ങളുടെ സാമ്പത്തിക സമൃദ്ധി ഒരു നദിയായി സങ്കല്പിക്കുക. ഒഴുകുന്ന, നിരന്തരം വളരുന്ന, തടസ്സങ്ങളില്ലാത്തൊരു നദി. മനസ്സുകൊണ്ട് പറയുക: സമൃദ്ധി എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഭാവികമായി ഒഴുകുന്നു. ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യം ആകർഷിക്കുന്നു. എൻ്റെ തീരുമാനങ്ങൾ ബുദ്ധിപൂർവമാണ്. എൻ്റെ ബിസിനസ് സാമ്പത്തിക വിജയത്തിൻ്റെ പുതിയ ഉയരങ്ങൾ കൈവരിക്കുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വളരുന്നതും
നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഫലം ചെയ്യുന്നതും നിങ്ങളുടെ ബിസിനസ് സമൃദ്ധമാകുന്നതും ചിത്രീകരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ കൃതജ്ഞത നിറയ്ക്കുക. നിങ്ങൾക്ക് ഇതിനകം ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. നിങ്ങളുടെ ബിസിനസ്, കുടുംബം, ഉപഭോക്താക്കൾ, സമൂഹം എല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരിക. മനസ്സുകൊണ്ട് ആവർത്തിക്കുക: ഞാൻ എൻ്റെ ജീവിതത്തിലെ സമൃദ്ധിക്കും എൻ്റെ ഫൗണ്ടേഴ്സ് സർക്കിൾ സമൂഹത്തിനും എൻ്റെ സ്വപ്നങ്ങൾക്കും നന്ദിയുള്ളവനാണ്. ദീർഘമായി ശ്വസിക്കുക. ദീർഘമായി ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ശരീരത്തിൽ ഊർജവും മനസ്സിൽ ശാന്തിയും അനുഭവിക്കുക. സാവധാനം ഒരു നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി തന്നെ കണ്ണുകളെ തുറക്കുക. വാഗ്ജ്യോതിസ് ഏവർക്കും സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും ദിവസം ആശംസിക്കുന്നു. നന്ദി. മോർണിംഗ്. മ്യൂട്ടാണ് മാഡം. താങ്ക് യു സർ. യെസ്, താങ്ക് യു ഓൾ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അൺഹാപ്പിനെസ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അൺഹാപ്പിനെസ് ആണോ ഹാപ്പിനെസ് ആണോ നമ്മൾ അറിയാതെ കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഹാപ്പിനെസ് കാണാൻ പറ്റുമോ? എന്താണ് അഭിപ്രായം? ഹാപ്പിനെസ് കാണാൻ സാധിക്കുമോ? പറയൂ. കാണാൻ സാധിക്കാം. ഹാപ്പിനെസ് ഉള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവർ മുഖത്ത് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അൺഹാപ്പിനെസ് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഇതിലുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും അൺഹാപ്പിനെസ് നമുക്ക് കാണാൻ പറ്റില്ല. അതായത് അൺഹാപ്പിനെസ്സിനെ ഫേക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മളുടെ ആറ്റിറ്റ്യൂഡ്. നമ്മൾ ഉള്ളിൽ എത്ര സ്ട്രെസ് ആയിട്ട് നടക്കുകയാണ് എങ്കിലും ചിലപ്പോൾ ഒന്ന് ചിരിക്കുകയോ ഒരുപാട് സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഹൈ എനർജിയിലാണ്, ഹാപ്പിയാണ് എന്നൊക്കെ വിചാരിക്കും, അല്ലേ? പക്ഷേ അൺഹാപ്പിനെസ്സിന്റെ ഒരു വിഷയം എന്താന്ന് വെച്ചാൽ അതൊരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് വളരെയധികം എനർജി കൂടുതലാണ്. ലൈക്ക് കാണാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ എനർജി കാണാൻ പറ്റാത്തതിനാണ്. കറണ്ട് കാണാൻ പറ്റുമോ? പറ്റുമോ? കറണ്ട് ലൈറ്റ് ഇട്ട് കാണാൻ പറ്റും. ഓക്കെ, കറണ്ടിന്റെ മറ്റു ഭാവങ്ങളാണ് നമ്മൾ കാണുന്നത്. കറണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലല്ല. കാറ്റ് കാണാൻ പറ്റുമോ? കാറ്റിൽ നമ്മൾ മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇലകളൊക്കെ പറന്ന് പോകുമ്പോഴാണ് നമുക്കത് കാണാൻ പറ്റുക, പക്ഷെ ഫീൽ ചെയ്യാൻ പറ്റും, നമുക്കത് അറിയാൻ പറ്റും. ഓക്കെ, അതുപോലെയാണ് അൺഹാപ്പിനെസ് എന്ന് പറഞ്ഞ ഹാപ്പിനെസ്സിനേക്കാൾ വലിയൊരു നമ്മൾ അലേർട്ട് ആയിക്കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. ലൈക്ക് എസ്പെഷ്യലി ഓൺട്രപ്രണേഴ്സിന് ബിസിനസ് ലൈഫും പേഴ്സണൽ ലൈഫും ബാലൻസ് ചെയ്യണമെങ്കിൽ നമ്മളിത് അറിഞ്ഞേ മതിയാകും. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ അൺഹാപ്പിനെസ് കൂടുതൽ നമ്മളറിയാതെ തന്നെ നമ്മളെ ചൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ പല രീതിക്കും അത് ഇപ്പൊ മാത്രല്ല പിന്നീട് അത് ബുദ്ധിമുട്ടായിരിക്കും. ലൈക്ക് നിങ്ങൾ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുക? സുധീർ സാറെ, നിങ്ങളെ ഹാപ്പി ആക്കുന്ന ഒരു കാര്യം എന്താണ്? അൺമ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. നമ്മൾ വിചാരിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് നടക്കുക, അല്ലെങ്കിൽ കുറെ കാലം നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക, അപ്പോഴൊക്കെ. ഓക്കെ, സൂപ്പർ. ഫയാസ് മിലാൻ. നമ്മള് ഹാപ്പി ആയിട്ടിരിക്കുമ്പോ ഹാപ്പി ആവും. ഹാപ്പി ആവാൻ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവില്ലേ? ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഇത് ആയിട്ടില്ലെങ്കിൽ ഞാൻ ഹാപ്പി അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ, അതെന്തായിരിക്കും? അജീഷ്, മാധവൻ, എല്ലാവരും ആലോചിക്കാട്ടോ, പറയൂ. അറിഞ്ഞോ? കിട്ടിയോ? സുധീർ സാറ് പറയുന്നത് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ വന്നു ചേർന്നാൽ പെട്ടെന്ന് ഹാപ്പി ആവും. ടാർഗറ്റ് അച്ചീവ് ചെയ്താല് എന്തെങ്കിലും ഒരു ഗോള്, അത് എസ്പെഷ്യലി ബിസിനസ്സിലാണോ? ബിസിനസ്സിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും. ഓക്കെ,
യെസ്. എനിക്ക് എങ്ങനെ വെച്ചാല് എനിക്ക് സമാധാനം കിട്ടുമ്പോൾ ഞാൻ ഹാപ്പി ആവും. യെസ്. സമാധാനത്തിന് പുറകിൽ കുറെ കണ്ടീഷൻസ് ഉണ്ടാവട്ടെ, ഇതൊക്കെ നമ്മളെ ഹാപ്പി ആക്കുന്നതായിരിക്കും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ. ബിസിനസിന്റെ കാര്യങ്ങൾ മാറ്റി വെക്ക. ടാർഗറ്റും കാര്യങ്ങളും കാശിന്റെ കാര്യങ്ങളൊക്കെ എന്തിലാണ്? ബിസിനസ്സിലാണ്. അല്ലാതെ നിങ്ങൾ ഹാപ്പി ആക്കുന്ന കാര്യം എന്താണ്? ബിസിനസ് എന്നുള്ള ഒരു കാര്യം മാറ്റി വെക്കുക, ക്യാഷ് എന്നുള്ള ഒരു കാര്യം മാറ്റി വെക്കുക. ക്യാഷ് റിലേറ്റ് ചെയ്ത് കുറേ ഹാപ്പിനെസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതൊന്നും ഇല്ലാതെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഫാമിലി. ഫാമിലി. യെസ്, സൂപ്പർ. ഇനി നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഫാമിലിയിൽ നമ്മൾ ഉണ്ടായിരിക്കണം, ഫ്രണ്ട്സിന്റെ ഇടയിൽ നമ്മൾ ഉണ്ടായിരിക്കണം, നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായിരിക്കണം, പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിരിക്കണം, കൂടാതെ പബ്ലിക്കിലും ഉണ്ടായിരിക്കും. ഈ 5 സ്ഥലത്ത് നമ്മൾ മെയിൻലി നമ്മൾ പ്രസന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ എന്താണ്, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫേസ് ആണ്, നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഫേസ് ആണ് നമ്മൾ ഇവിടെയൊക്കെ പ്രസന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ അൺഹാപ്പി ആക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതൊരു വലിയ സബ്ജക്റ്റ് ആണ്, പക്ഷെ ജസ്റ്റ് ഒരു അവയർനെസ് മാത്രമാണ് നമുക്കിപ്പോൾ എടുക്കാൻ പറ്റുള്ളൂ. ലൈക്ക് നമ്മളൊന്ന് ആലോചിക്കാം. അൺഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലൈക്ക് 3 കാര്യം കൊണ്ട് ഓണ്ടർപ്രണേഴ്സിന് ചെക്ക് ചെയ്യാൻ പറ്റും. സ്ട്രെസ് ഉള്ള സമയത്ത് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് വളരെയധികം പുവറായിരിക്കും. എല്ലാവരും ഒന്ന് ആലോചിച്ചേ, സ്ട്രെസ് ഉള്ള സമയത്ത് എന്തെങ്കിലും ഡിസിഷൻ എടുത്തിട്ട് അത് പാളി പോയിട്ടുണ്ടോ? സ്ട്രെസ് എന്ന് പറയുമ്പോൾ അവിടെ ചിലപ്പോൾ ദേഷ്യമായിരിക്കാം, ഈഗോ ആയിരിക്കാം, ഒക്കെ ആയിരിക്കാം കേട്ടോ. യെസ്, അജീഷ് സർ. തീർച്ചയായും സ്ട്രെസ് ഉണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാൻ തോന്നുന്നില്ല. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് ആ കാര്യത്തെ കുറിച്ച് ചിന്തിക്കില്ല. ടെൻഷൻ ആയിട്ട് തന്നെ ഇരിക്കും. ഒരു കാര്യം എല്ലാം ബ്ലാക്ക് ആയിരിക്കും. ഇത് കൂടാതെ നെഗറ്റീവ് ഡിസിഷനിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. സ്ട്രെസ് ഉള്ള സമയത്താണ് നമുക്ക് ഈ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ നമ്മൾ മറ്റൊന്നിലേക്ക് ഡിപ്പെൻഡ് ആവുന്ന കാര്യങ്ങൾ കൂടെയുണ്ട്. അതിപ്പോ ഞാൻ പറയുന്നില്ല. പിന്നെ മറ്റൊന്നാണ് ആങ്സൈറ്റി. ആങ്സൈറ്റി എന്താണ്? ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ, നാളത്തെ മീറ്റിംഗ് എന്തായിരിക്കും? ഇപ്പോൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ ഫ്യൂച്ചറിലോട്ട് നോക്കുമ്പോൾ ഹോപ്പിനേക്കാൾ കൂടുതൽ ആങ്സൈറ്റി ആണ് എങ്കിൽ നമുക്കൊരു നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവില്ല. എന്താണ് നമ്മളുടെ ഒരു ലീഡർഷിപ്പിനെ അത് ബാധിക്കും. അവരെ എന്താ വിചാരിക്കുക, ഇവരെന്താ വിചാരിക്കുക, ഞാൻ പറഞ്ഞാൽ ഇത് റെഡി ആവോ? അതായത് നമുക്ക് നമ്മിൽ തന്നെ സെൽഫ് കോൺഫിഡൻസ് കുറവായിരിക്കും. സ്ട്രെസ്, ആങ്സൈറ്റി. ഇനി വരുന്നതാണ് ബേൺ ഔട്ട്. അതായത് ഉള്ളിൽ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളിങ്ങനെ സപ്രസ് ചെയ്തിട്ട് അത് പുറത്തേക്ക് വരിക. ലൈക്ക് അത് ഫാമിലിയിൽ നിന്ന് ബിസിനസ്സിലോട്ടും ബിസിനസ്സിൽ നിന്ന് ഫാമിലിയിലോട്ടും വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി രണ്ടിൽ നിന്നും, അതായത് ബിസിനസ്സിൽ നിന്ന് ബിസിനസ്സിലോട്ട് തന്നെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഓക്കെ ആണോ എന്ന് നോക്കുക. ഈ 3 കാര്യത്തിൽ എവിടെയെങ്കിലും എനിക്ക് ചലഞ്ച് ഉണ്ട് എന്നെങ്കിൽ നിങ്ങൾ പുറകിൽ പോയിട്ട് സ്ട്രെസ് ആണോ ആങ്സൈറ്റി ആണോ, അതെല്ലാം. സ്ട്രെസ് എന്ന് പറയുമ്പോൾ പാസ്റ്റ്, ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിനാണ് ബാധിക്കുക. അതുകൂടാതെ ബേൺ ഔട്ട് ലീഡർഷിപ്പിനെ അത് വല്ലാതെ ബാധിക്കും. ക്ലിയർ ആണോ? യെസ്. ഓക്കെ. ഇനി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ട ഒരു കാര്യമാണ്. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, അങ്ങനെ ഫാമിലി മാത്രമല്ല, അത് ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് വളരെയധികം ബാക്ക് സപ്പോർട്ട് തരേണ്ട, നമ്മളെ സമാധാനം വളരെയധികം നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും നമ്മളത് തിരിച്ചറിയുന്നുണ്ടായിരിക്കുക. അപ്പൊ ബാലൻസ് ചെയ്യാൻ അത് ശ്രമിച്ചേ മതിയാവും. കാരണം നമ്മൾ കാരണം ഹാപ്പി ആകുന്ന ആളുകളാണ് അവര്. നമ്മളാണ് ഹാപ്പിനെസ് കൊടുക്കേണ്ടത്. നമ്മൾ കാരണം അവർക്ക് കിട്ടേണ്ട ഹാപ്പിനെസ്സിന് ഒരു കുറവുകളും ഉണ്ടാവില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. ഓക്കെ. മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മളിപ്പോ ഇങ്ങനെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും പാസ്റ്റ് ട്രോമാസ് എന്തെങ്കിലും നമ്മളെ ഇങ്ങനെ ട്രിഗർ ചെയ്യുന്നുണ്ടോ? പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു, പണ്ട് എനിക്ക് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള ക്വാളിറ്റി ഇല്ല, എനിക്ക് അതായത് സെൽഫായിട്ട് നമ്മളെ പറ്റിയിട്ട് എന്താണോ സംസാരിക്കുന്നത് ഇന്നർ സെൽഫിൽ, ആരോടും അല്ല, ഇന്നർ സെൽഫ്. എല്ലാരും പറയുന്നുണ്ടാവും ഷബ്ന നീ അടിപൊളിയാണ്, നീ നന്നായി പക്ഷെ എന്നെ കുറിച്ചിട്ട് എനിക്ക് തന്നെ ഞാൻ അത്ര പോരാ, എനിക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, എന്നെ പറ്റിയിട്ട് തന്നെ ഞാൻ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഇന്നർ സെൽഫിൽ. അങ്ങനെ ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ.
ഓക്കെ, നമ്മള് ഈ ഒരു കാര്യത്തിൽ നമ്മൾ വർക്ക് ചെയ്യുക, സെൽഫിൽ നമ്മൾ വർക്ക് ചെയ്യുക. കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഇപ്പൊ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഏറ്റവും ബെസ്റ്റ് റിലേഷൻ സെൽഫിലാണ്. നമ്മളുമായിട്ടുള്ള കണക്ഷൻ എത്രത്തോളം ഉണ്ട്, ഓക്കെ, അത് നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് നമ്മളുടെ അവയർനെസ് ആണ്, ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് നമ്മളുടെ അവയർനെസ് ആണ്. നമ്മളെ കുറിച്ച് നമ്മൾ പഠിക്കും തോറാണ് ആ റിലേഷൻഷിപ്പ് ബെറ്റർ ആവുക. നമുക്ക് ഈവൻ നമുക്കൊരു ബിഹേവിയർ, മോശമായിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ടെന്ന് കരുതുക. എപ്പോഴും ചൂടാവുന്ന ഒരു പ്രകൃതാണ്. ഇത് ഞാൻ ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ എനിക്ക് ചുറ്റുമുള്ളവരെ ഹാൻഡിൽ ചെയ്യാനും അതുപോലെ എനിക്ക് മാറ്റാനും സാധിക്കുള്ളൂ. ഇത് ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണ് എന്ന് കരുതിയിരുന്നാൽ അത് എല്ലാ രീതിയിലുള്ള റിലേഷൻഷിപ്പിനെയും ബാധിക്കുന്നതാണ്. ക്ലിയർ? നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. എനിക്ക് സ്ട്രെസ് എല്ലാവർക്കും വരുന്നതാണ്. സ്ട്രെസ്സിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്ട്രെസ് വരുമ്പോഴാണ് നമ്മൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തുക. എനിക്ക് സ്ട്രെസ് നന്നായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? സ്ട്രെസ് വന്നാലും അതെനിക്ക് മാനേജ് ചെയ്യാം. ചില ആളുകൾ ഒരു ബ്രേക്ക് എടുക്കുകയായിരിക്കും ചെയ്യുക, ചില ആളുകൾ എക്സസൈസ് ചെയ്യുന്നുണ്ടായിരിക്കും, ചില ആളുകൾ ഫുഡ് കഴിക്കുന്നുണ്ടായിരിക്കും, ചില ആളുകൾ പഠിക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെ തന്നെയാണ് സ്ട്രെസ്. നമ്മൾ പല രീതിയിലായിരിക്കും മാനേജ് ചെയ്യുക. ചില ആളുകൾ അതിനുള്ള എന്തെങ്കിലും ഹാപ്പിനെസ്, കുട്ടികളായിട്ട് പുറത്തു പോവുക, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. സ്ട്രെസ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ സെൽഫിനോട് ചോദിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ എഴുതി വെക്കാം. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഞാൻ മറ്റൊരാളുമായിട്ട് എന്നെ കമ്പയർ ചെയ്യാറുണ്ടോ? കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ രണ്ട് കാര്യത്തിലുണ്ട്. അതിൽ ഈഗോ ഉണ്ട്. ഓ, എനിക്കൊന്നും ആവാൻ പറ്റിയില്ലല്ലോ, ഇവര് വളരെയധികം സക്സസ്ഫുൾ ആയല്ലോ, എനിക്കാകാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് അയാളെ പോലെ എനിക്ക് ആവണം. റോൾ മോഡൽ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് അയാളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ ഇനി എന്ത് ചെയ്യണം? അതൊരു കമ്പാരിസൺ ആണ്, അത് പോസിറ്റീവ് കമ്പാരിസൺ ആണ്. അയാളെ പോലെ എനിക്ക് ആവണം, അതിലേക്ക് വേണ്ടിയിട്ട് നമ്മളെ പ്രിപ്പയർ ചെയ്യാം. ക്ലിയർ? മൂന്നാമത്തെ കാര്യം, എനിക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ കൂടെ ആളുണ്ട്. അതിപ്പോ പാർട്ട്ണർ ആവണമെന്നില്ല. എവിടെയെങ്കിലും ഒരു മനുഷ്യനുണ്ടോ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക? ഒന്നോ രണ്ടോ മനുഷ്യന്മാരുണ്ടോ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ വിഷമങ്ങളെ കുറിച്ചല്ല, ചലഞ്ചസിനെ കുറിച്ചല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്ത് കാര്യവും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ ആളുണ്ടോ? ചലഞ്ചസിനെയും വിഷമത്തെയും കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം ഷെയർ ചെയ്യാനാണ് ആളുകൾ വേണ്ടത്. നമുക്ക് ഒരുപാട് ഒരു ഡീല് ക്ലോസ് ചെയ്ത് 1 കോടി രൂപ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റി എന്ന് കരുതുക. നമ്മളിത് ആരോടാ പറയാ? ആരോട് പറഞ്ഞാലാണ് അയാൾക്ക് സന്തോഷാവുക? അയാൾക്കും കൂടെ സന്തോഷാവണല്ലോ. അങ്ങനെ എന്ത് കാര്യവും നമുക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവൻക്കും അല്ലെങ്കിൽ അവൾക്കും സന്തോഷം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഓക്കെ, അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ വളരെ ബ്ലെസ്ഡ് ആണ് കേട്ടോ. ഇതൊക്കെയാണ് വെൽത്ത്. സമ്പാദ്യം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ക്യാഷിന്റെ കാര്യത്തിൽ ക്യാഷുമായി ഉപയോഗിച്ചിട്ട് നമ്മൾ ബൈ ചെയ്ത വീട്, മറ്റുള്ള കാര്യങ്ങൾ, അസറ്റുകളിലൊക്കെയാണ് പോവുക. യഥാർത്ഥത്തിലുള്ള സമ്പാദ്യം എന്ന് പറയുമ്പോൾ ക്യാഷ് മാത്രമല്ല, നല്ല റിലേഷൻഷിപ്പ്, നമ്മളുടെ ഹെൽത്ത്, സ്പിരിച്വാലിറ്റി, അറിവ്, ഇതെല്ലാം നമ്മുടെ സമ്പാദ്യത്തിൽ വരുന്നതാണ്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പുറകെ മണി ഓട്ടോമാറ്റിക്കലി വന്നോളും. ഓക്കെ. ഇനി മറ്റൊരു കാര്യം, ഞാന് ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നതിന് മുന്നേ തിങ്ക് ചെയ്യാറുണ്ടോ? ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാട്ടോ. ഒന്ന് ആലോചിച്ചിട്ട് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഇതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് ഞാൻ ആലോചിച്ചിട്ട് തിങ്ക് ചെയ്യാറുണ്ടോ? ആലോചിച്ചിട്ടാണോ മറുപടി പറയാറ്? സോറി. ഓക്കെ. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, നമുക്ക് എപ്പോഴും ഇങ്ങനെ തോന്നലുണ്ടോ നമ്മുടെ ഇമോഷണൽ വെൽബീയിങ് ഇംപ്രൂവ് ചെയ്യണം, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ടോ? എസ്പെഷ്യലി ഇന്നത്തെ സെഷനിൽ വന്നവർക്കൊക്കെ നമ്മൾ ഇമോഷണൽ വെൽബീയിങ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിന് വേണ്ടി ഒരു സെഷനിൽ പോവുക എന്നൊന്നല്ല. നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഇമോഷണൽ വെൽബീയിങ് ആണ്. ഓക്കെ. നമ്മൾ അറിഞ്ഞുകൊണ്ട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ, നമ്മൾ ഒരു മെഡിറ്റേഷൻ എടുക്കുന്നുണ്ട് എങ്കിൽ, അങ്ങനെ നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ എപ്പോഴും ഒരു പരിഗണന കൊടുക്കുന്നുണ്ട് എങ്കിൽ, ഹെൽത്തിന് ഒരു പരിഗണന കൊടുക്കുന്നുണ്ട് എങ്കിൽ, എല്ലാത്തിനും ഒരു അവയർനെസ്സോട് കൂടി നമ്മളെ കാണുന്നുണ്ട് എങ്കിൽ, ഇതെല്ലാം ഇമോഷണൽ വെൽബീയിങ് ആണ്. അത് നിങ്ങൾ ചെയ്യാറുണ്ട്, ഇനി തുടർന്ന് ചെയ്യണമെന്നും കരുതാറുണ്ടോ? ഓക്കെ, യെസ്. ഇനി ഇത്തരം കാര്യങ്ങളെ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് പെട്ടെന്ന് ചോദിച്ചതാണ്. എല്ലാവർക്കും അതിൽ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ
ഇതൊന്ന് ശരിയാക്കണം എന്ന് കരുതിയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ ഞാൻ കുറച്ച് വീക്കാണ്, ഇതെനിക്ക് ശരിയാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക, അത് എഴുതി വെക്കുക. ഓക്കെ. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ ഡെയിലി ലൈഫിൽ എന്നും ടാർഗറ്റ് അച്ചീവ് ചെയ്യാനൊന്നും പറ്റിക്കൊള്ളണമെന്നില്ല. അത് മറ്റൊരു കാര്യമാണ്. ബിസിനസ് ഓൺട്രപ്രണറെ ഹാപ്പി ആക്കുന്ന കാര്യമാണ് അത്. ഓക്കെ. ഹാപ്പി അല്ലാത്ത സമയത്തും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. നിങ്ങൾ ആദ്യം കൗണ്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇതൊന്നുമില്ല, ബിസിനസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആകുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്താണ്? കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, ലൈക്ക് ഇത് ഒന്ന് ചിന്തിക്കാമോ? ഇന്നത്തെ ഡിസ്കഷൻ ഇതായിക്കോട്ടെ. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. വലിയ സക്സസ് ആവുന്ന കാര്യങ്ങളും ഗോളും ഒക്കെ ഉണ്ട്. പക്ഷേ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ കൗണ്ട് ചെയ്യുക. ഒരു 10 സന്തോഷങ്ങളെങ്കിലും നിങ്ങൾക്ക് വേണം. ഇപ്പൊ എനിക്കൊരാള് വിളിക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ്, അല്ലെങ്കിൽ എനിക്കത് സന്തോഷമാണ്. എൻ്റെ മക്കളെ മുഖം കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. അങ്ങനെ കുഞ്ഞു സന്തോഷമുണ്ട്. ഈ ഫുഡ് ഞാൻ കഴിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് ഈ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഡെയിലി ഈ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമാണ്. അങ്ങനെ നിങ്ങൾ കുഞ്ഞു സന്തോഷങ്ങൾ, നമുക്കൊരു ചെറിയൊരു ഹാപ്പിനെസ് കിട്ടിയാൽ മതി. ഓക്കെ. ഒരു 1% നമുക്ക് സന്തോഷം കിട്ടുന്ന, ഡെയിലി ലൈഫിൽ കിട്ടുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ കൗണ്ട് ചെയ്യുക. ഒരു 30 സെക്കൻഡ്സ് ഞാൻ തരാമേ. എല്ലാവരും ഡിസ്കഷന് വേണ്ടി തയ്യാറാവുക കേട്ടോ. കിട്ടിയോ? കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. യെസ്, കിട്ടി. 10 കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഫയാസ് സർ ഒന്ന് ഷെയർ ചെയ്യോ? എനിക്ക് ഒന്ന് യാത്ര പോണത് എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യമാണ്. ഉം. 2 ഫാമിലി കൂടെ ഔട്ടിങ് പോകുമ്പോൾ എനിക്ക് ചെറിയ ഹാപ്പിനെസ് കിട്ടാറുണ്ട്. ഉം. പിന്നെ ജിമ്മിന് പോകുമ്പോൾ കിട്ടാറുണ്ട്. ഉം. കാരണം എന്ത് ചെയ്തപ്പോ ഞാനൊന്നും അവിടെ പോകുന്നു ചെയ്തില്ല, അവിടെ പോയി ഒരു എനർജി കിട്ടും. ഉം. പിന്നെ അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചില ദിവസം ചെയ്യാറുണ്ട്, അപ്പൊ എനിക്ക് സന്തോഷം കിട്ടാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഓഫീസിൽ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും ക്ലോസിങ് നടന്ന സന്തോഷം ആവാറുണ്ട്. ഉം. എവിടെയെങ്കിലും മാർക്കറ്റിംഗ് പോയിട്ട് ആളെ കണ്ടു മീറ്റ് ചെയ്ത് പിച്ച് ചെയ്ത് സന്തോഷം വരാറുണ്ട്. ഉം. പിന്നെ ഞാൻ കൊടുത്ത ടാസ്കുകൾ സ്റ്റാഫുകൾ മറ്റേ അച്ചീവ് ചെയ്ത്, ഐ മീൻ ജസ്റ്റ് ഓരോരോ ഡെയിലി ടാസ്ക് ഉണ്ടോ എന്നെ ചെയ്ത് അത് സന്തോഷം ഉണ്ടാവാറുണ്ട്. ഉം. പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസിന് കൂടുതൽ റീച്ച് കിട്ടിയ സന്തോഷം ഉണ്ടാവാറുണ്ട്. ഉം. പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും പുതിയ പ്രൊഡക്റ്റുകൾ കണ്ടെത്തിയാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ക്ലൗഡുമായി ബന്ധപ്പെട്ട കുറെ അറിവുകൾ ഞാൻ നേടിയ സന്തോഷം ഉണ്ടാവാറുണ്ട്. ഉം. പിന്നെ വെച്ചാല് മറ്റേ ഇതുപോലെ തന്നെ മീൻ പുതിയ സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇനി കുറെ സംഭവമൊക്കെ എന്തെങ്കിലും സന്തോഷം ഉണ്ടാവാറുണ്ട്. ഓക്കെ. താങ്ക് യു സർ. ഓക്കെ. അപ്പം ഇനി ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. താങ്ക് യു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിലേക്ക് വരുന്നുണ്ട്. ക്ലൗഡ് ആയിക്കോട്ടെ, മറ്റുള്ള കാര്യങ്ങൾ. ഓക്കെ. ഇതൊക്കെ മാറി വെക്കാം. ഇപ്പൊ യാത്രകൾ നമുക്ക് സന്തോഷം, എന്നും നമുക്ക് യാത്ര പോകാൻ പറ്റില്ല. അതൊക്കെ വലിയ സന്തോഷം, പ്ലഷർ കിട്ടുന്ന കാര്യം. ഏറ്റവും ചെറിയ മിനിമൽ ആയിട്ട് ഈ കാര്യങ്ങൾ എന്നെ ഹാപ്പി ആക്കും, എന്നുള്ളത് നിങ്ങൾ തിങ്ക് ചെയ്യാം. ഓക്കെ. സുധീർ സാറെ കിട്ടിയോ? കുറച്ചൊക്കെ കിട്ടി. ബുദ്ധിമുട്ടുണ്ട് അല്ലേ? സത്യത്തിലേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ആ ഹാപ്പിനെസ് നമ്മൾ അനുഭവിക്കും. പക്ഷെ ഇങ്ങനെ പറയാൻ നോക്കുമ്പോഴേ പെട്ടെന്ന് അങ്ങോട്ട് കിട്ടുന്നില്ല. എന്നാലും ചുരുക്കിയിട്ട് ചില കാര്യങ്ങൾക്കൊക്കെ പറയാൻ പറ്റും. അതായത് മതി പറഞ്ഞോളൂ, നമുക്കതൊക്കെ കണ്ടുപിടിക്കാം. ഇപ്പൊ ഒന്ന് പറഞ്ഞോളൂ, ബാക്കി ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇപ്പോ എന്റെ മകൻ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന ഞാൻ പുറത്ത് പോകുമ്പോ, അപ്പൊ അവൻ അത് ആവശ്യപ്പെടുമ്പോ, വാട്സപ്പിലൂടെ ആവശ്യപ്പെടുമ്പോ ഞാൻ സന്തോഷിക്കാറുണ്ട്. അതൊക്കെ സംഭവം തുടങ്ങിയല്ലോ എന്ന് വെച്ചിട്ട്. അതെ. പിന്നെ അതുപോലെ തന്നെ വേറെ 2 കുട്ടികളെ ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്. അപ്പൊ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ചെറിയ സന്തോഷം വരാറുണ്ട്. പിന്നെ ഫാമിലി മൊത്തം ഇരുന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഡിസ്കഷൻ വെറുതെ
എന്തായാലും ഒന്ന് പറഞ്ഞിരിക്കുമല്ലോ, ആ, അപ്പൊ സന്തോഷം കാണാറുണ്ട്. പിന്നെ അതുപോലെ കാലത്ത് തൊട്ട് വീട്ടിൽ നിന്ന് പോയിട്ട് വൈകുന്നേരം ലേറ്റൊക്കെ ആയിട്ട് വീട്ടിലേക്ക് എത്ര സമയമില്ലേ, അപ്പൊ ഒരു സന്തോഷമുണ്ട്. സൂപ്പർ സൂപ്പർ സുധീർ സർ, ആ, സൂപ്പർ. ഓക്കെ. അങ്ങനെ സന്തോഷങ്ങളാണ്. പിന്നെ നമ്മൾ ഡെയിലി വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളില്ലേ, ആ, അത് വലിയ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വിഭവങ്ങളായിട്ടല്ല, പക്ഷെ നമുക്ക് ആവശ്യമുള്ളതാണ്. പക്ഷെ അത് മിസ്സായിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് അത് കഴിക്കുന്ന സമയത്തൊരു സന്തോഷം വേറെ ഫീൽ ചെയ്യാറുണ്ട്. ഓ, സൂപ്പർ 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 സൂപ്പർ. യെസ്, നമ്മുടെ ജോബി മാഷ്, ഡോക്ടർ ജോബി മാഷ് ഉണ്ട്. ജോബി മാഷിനോട് ചോദിക്കുക. ജോബി മാഷ് ഫുള്ള് ഹാപ്പിനെസിന്റെ ആളാണ്. യെസ്. ഞാനേ നേരം വെളുത്ത് എനിക്ക് സ്വന്തമായിട്ട് ചായ വെച്ച് കുടിക്കുന്നുണ്ടാവുന്നതുകൊണ്ടല്ലേ ആ ആ, സന്തോഷം ഒരു ഒന്നൊന്നര സുഖം. ആഹാ. പിന്നെ പിന്നെ അത് എന്തൊക്കെ കാര്യങ്ങളാ? പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം നമുക്ക് റൈഡിങ്ങിന് പറ്റുക എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമാണ്. യെസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭാര്യനെ ഓഫീസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് സന്തോഷമാണ്. പിന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക, കാലത്ത് നമ്മൾ വിചാരിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ കിട്ടുക എന്നുള്ളത് വലിയ സന്തോഷമാണ്. പിന്നെ എന്റെ സുഹൃത്തുക്കൾ എന്നെ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ശരിക്കും ഫോൺ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അത് കഴിഞ്ഞ് നല്ല ചില എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്, അവരെ കാണാൻ പറ്റുക എന്നുള്ളത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. പിന്നെ ഭക്ഷണം പറഞ്ഞു, പിന്നെ നല്ല പാട്ട് കേൾക്കുക. പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് ഞാൻ ഡെയിലി ചെയ്യുന്നതാണ്. അതുപോലെ ന്യൂസ് കാണാം. ഒരു ദിവസം ന്യൂസ് കാണാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ന്യൂസ് കാണാം. പിന്നെ അതുപോലെ പേപ്പറുകളിൽ പരസ്യം നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഓരോ പരസ്യം കാണുമ്പോഴും ഭയങ്കര സന്തോഷമാണ്. ഞാൻ പൊതുവെ ന്യൂസ് അങ്ങനെ വായിക്കാറില്ല, പരസ്യങ്ങൾ ഞാൻ വായിക്കാറുണ്ട്. പക്ഷെ ആ പരസ്യങ്ങൾ ഓരോരുത്തരും കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാൻ പറ്റുക ഭയങ്കര സന്തോഷമാണ്. ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായി എന്ന് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സന്തോഷമാണ്. മനസ്സിലായി. സൂപ്പർ സൂപ്പർ സൂപ്പർ. താങ്ക് യു. താങ്ക് യു. അപ്പൊ എന്നും നിലനിൽക്കുന്ന കുറെ സന്തോഷങ്ങളാണ് ഇപ്പൊ ജോബി മാഷ് നമുക്ക് ഷെയർ ചെയ്ത് തന്നെ. അതായത് അതിന് കുറേ ഫീച്ചേഴ്സ് ഇല്ല, അല്ല കുറേ കാര്യങ്ങളില്ല അതില്. നമ്മൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് തന്നെ സെൽഫായിട്ട് സന്തോഷിക്കാനുള്ള കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന കുറേ സന്തോഷങ്ങൾ. ഇനി ആരാ ക്യാമറ ഓഫ് ചെയ്തിട്ട് എല്ലാവരും മുങ്ങിയോ? സന്തോഷം തപ്പാൻ വേണ്ടി പോയതാണോ? അമീർ ഹയാത്ത്. അമീർ റിലൈക്ക്. യെസ്, അല്ല, പറയൂ. അമീർക്ക് പറഞ്ഞോട്ടെ. അല്ല, അമീർക്ക് വരാൻ നേരമാവും, നിങ്ങൾ പറഞ്ഞോളി. ഓക്കെ ഓക്കെ. എനിക്ക് നമ്മളെ സുധീർ സാർ പറഞ്ഞ പോലെ ഷോപ്പ് ക്ലോസ് ചെയ്ത് നമ്മൾ വീട്ടിൽ വന്ന് കയറുമ്പോ നമ്മളെ കുട്ടികളുടെ മുഖം കാണുമ്പോഴാണ്. ഇപ്പൊ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു, 4 മാസമായ. എസ്പെഷ്യലി ഓനെ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ വീട്ടിൽ വരുമ്പോ അതേപോലെ തന്നെ നമ്മളെ ഉമ്മയും അവിടെ ഉണ്ട്, അത് വലിയൊരു സന്തോഷമാണ്. പിന്നെ വന്നതിന് ശേഷം ഒരുമിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കും, അതൊരു സന്തോഷമാണ്. പിന്നെ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും, വോയിസ് ഒക്കെ അയക്കും വാട്സപ്പിൽ, ഇങ്ങനെ മുട്ടായി കൊണ്ടുവരണം, ഡയറി മിൽക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട്. എറണാകുളത്ത് പോയിട്ട് വരുമ്പോ ബർഗർ ആ കൊണ്ടുവരണം. ബർഗർ വേണമെന്ന് പറഞ്ഞത്. അതേപോലെ ഓരോ വോയിസ് ഉണ്ടാവും ചില ദിവസമൊക്കെ ഇങ്ങനെ കടടച്ചു പോരുമ്പോ. അപ്പൊ അത് കേട്ട് അത് വാങ്ങിച്ചു വരുമ്പോ അത് കൊടുക്കുമ്പോ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം കാണുമ്പോ നമുക്ക് അതിലേറെ സന്തോഷം. പിന്നെ ആരെങ്കിലുമൊക്കെ നമ്മളോട് എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ ചോദിച്ചാൽ നമുക്ക് പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. നമുക്കൊരു ഹെൽപ്പ് ആരോടെങ്കിലും ചോദിച്ചിട്ട് അത് നമുക്ക് തിരിച്ചു കിട്ടുമ്പോൾ അതൊരു സന്തോഷമാണ്. നമ്മളെ സഹായിക്കാൻ ആളുണ്ടല്ലോ എന്നുള്ളൊരു മെന്റാലിറ്റി വരലുണ്ട്. പിന്നെ എനിക്ക് ഈ വായിക്കുന്ന സംഭവമുണ്ട്. അപ്പോ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ബുക്കുകളാണ് വായിക്കല്, ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റില്. അപ്പൊ ചില സംഭവങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ രാവിലെ വായിച്ചത് തന്നെ ചിലപ്പോൾ നമ്മൾ രാത്രി വന്ന് ഒന്നും കൂടെ വായിക്കും. അപ്പൊ നമുക്ക് ഡിക്ഷണറി നോക്കാതെ തന്നെ നമുക്ക് അതിന്റെ മീനിങ് കറക്റ്റ് കിട്ടും. അപ്പൊ നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ പേഴ്സണൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളിൽ വരുന്ന മാറ്റങ്ങള്, ഇമ്പ്രൂവ്മെന്റുകളൊക്കെ കാണുമ്പോഴൊക്കെ സന്തോഷിക്കാറുണ്ട്. പിന്നെ ഈ ഫയാസ് സാർ പറഞ്ഞ പോലെ ഈ മെഡിറ്റേഷനും ഇതൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ്, അതൊക്കെ തന്നെയാണ് കൂടുതൽ സന്തോഷം എന്ന് വിചാരിക്കുന്നത്. സൂപ്പർ സൂപ്പർ.
ഈ സന്തോഷങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളും അറിയാണല്ലോ നമ്മുടെ ലൈഫിൽ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യമാണ് എന്ന് അറിയുമ്പോൾ നമുക്കൊരു സംതൃപ്തി. ഇപ്പൊ നമുക്ക് തന്നെ എല്ലാവരുടെയും കുറിച്ച് കേട്ടപ്പോ നമ്മൾ തന്നെ ഒരു മനസ്സ് നിറഞ്ഞൊരു ഫീലില്ലേ? കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമ്മളും കൂടെ അറിയാണല്ലോ. യെസ്. ഇനി ആരാ ഇവിടെ? അജീഷ് മാധവൻ, അമീർ ഹയാത്ത്, ദിലീപ്. പിന്നെ ഫോണുകളുടെ പേരായതുകൊണ്ട് എനിക്ക് അറിയില്ല കേട്ടോ. ഐഫോണ് ബ്രിജേഷ് സാറാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഐഫോണ്. യെസ്. അപ്പോ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, ഇത് നമ്മളുടെ സമ്പാദ്യമാണ്. ഈ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങള്. ഇത് കാണാതെ എന്ത് തന്നെ ചെയ്തിട്ട് പിന്നെ വീട്ടിലോട്ട് വന്നാലും ഇവിടെ നമുക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിലോ? നമ്മൾ അൾട്ടിമേറ്റ് എവിടേക്കാ വരുന്നത്? ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ്? അവിടെയുള്ള സന്തോഷം ഉണ്ടായിരിക്കും അവിടെ. ആ സന്തോഷം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു കാര്യം പറയാട്ടോ. പല ആളുകളും എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ അപ്പൊ യാത്ര പോകും. ഓക്കെ. ഈ യാത്ര പോയി കഴിഞ്ഞാൽ ടെൻഷൻ മാറും എന്നുള്ളതാണ് ഒരു ധാരണ. പല ടെൻഷനും. പക്ഷെ വീട്ടില് ഹാപ്പി അല്ലാത്ത, വീട് ഓക്കെ അല്ലാത്ത ആളുകള് യാത്ര പോയി എന്ന് വിചാരിക്കുക. യാത്ര പോയി അവിടെ ഹാപ്പിയാണ്, ക്യാമ്പിലൊക്കെ പോയി അടിച്ചു പൊളിച്ച് തിരിച്ചു വരുമ്പോ അവർക്ക് ശരിക്കും എന്താ ഉണ്ടാവുക? എത്തുമ്പോഴേക്കും ഇവർക്ക് ശരിക്കും വീട്ടിലേക്ക് എത്തുമ്പോ സന്തോഷമാണോ ഉണ്ടാവുക? ഇല്ല. അല്ല. ഇല്ല. അപ്പൊ എന്താന്ന് വെച്ചാല് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേനും എന്താ, ഈ സന്തോഷമൊക്കെ മറന്നു പോയിട്ടുണ്ടായിരിക്കും. അനുഭവിച്ച സന്തോഷത്തിന്റെ ആ ഫ്രീക്വൻസി ഇന്റൻസിറ്റി ഒക്കെ കുറഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേനും ഓ എത്തിയോ ഒരു സാധനത്തെ ഇവിടെ ഇരിക്കാൻ സമാധാനം ഉണ്ടാവില്ല. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിന്നെയും പോകേണ്ടിയിരിക്കും. വീട്, ഓഫീസ് ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ നമ്മള് എന്തെങ്കിലും ട്രോമ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് അവിടെ നമ്മൾ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് യാത്ര പോയി തിരിച്ചു വരുമ്പോഴും ആ ഹാപ്പിനെസ് കുറെ കാലം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. യെസ്. യെസ്. ബ്രിജേഷ് സർ. നമസ്കാരം. യെസ് സാറേ പറയൂ. കുറച്ച് സന്തോഷങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യൂ. കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വളരെ അറിയില്ല. ഒക്കെ നമ്മളിങ്ങനെ അങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യാറില്ല, പക്ഷെ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അല്ലെങ്കിൽ സാറിന്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ ഒരു മനസ്സിനൊരു കുളിർമ ഫീൽ അത് ചെയ്യുന്നു. കുഴപ്പമില്ല, നല്ല രസമുള്ള സ്ഥലമാണ്. ഞാൻ നല്ല അത് കാരണം രസമാണ്. അത് ഭയങ്കര ഒരു സന്തോഷമായിട്ട് ഫീൽ ചെയ്യുന്നു ഞങ്ങൾക്കൊക്കെ. അതല്ലേ. ഓക്കെ. Yes. ഒരു സന്തോഷം പറയൂ, ഒരു കുട്ടി സന്തോഷം. നല്ല സിനിമ കാണുന്ന സന്തോഷമാണ്. നല്ല എന്താ കുട്ടികളുടെ കൂടെ ഒരു ഭക്ഷണം കഴിക്കാൻ പോയിട്ട് അവര് ഹാപ്പി ആയിട്ട്, ഇപ്പൊ മിക്കവാറും തല്ലൂട്ടാണ്, എല്ലാറ്റിനും ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതുണ്ടാവും. പക്ഷെ ആ ഒരു മൊമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാരണം നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫൈറ്റ് ചെയ്യും, ചീത്ത പറയും, ഇതൊക്കെ ചെയ്യിച്ചെങ്കിലും അതിലൊരു എനർജി ഉണ്ട്. പിന്നെന്താ പറയാ, വീട്ടിലായാലും ഫൈറ്റ് ആണെങ്കിലും അതിലൊക്കെ എനർജി ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഫൈറ്റ് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ മറ്റൊരു രൂപമാണ് കേട്ടോ. ഫൈറ്റ് ഇല്ലാത്തൊരു സ്ഥലത്ത് എങ്ങനെയാന്ന് വെച്ചാല് പാരലായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നു എന്നേ ഉള്ളൂ. ഫൈറ്റ് അതാണ് ഞാൻ ഉള്ളിടത്ത് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. കാരണം ഇതിലൊക്കെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. കാരണം നമ്മള് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഒരു ഭക്ഷണം മേടിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചീത്ത പറയുണ്ടാവും, അല്ലെങ്കിൽ അവരോട് ആർഗ്യൂ ചെയ്യുന്നുണ്ടാവും, എന്നിട്ടാണ് അത് ചെയ്യുന്നുണ്ടാവുള്ളൂ ചിലപ്പോ. പക്ഷെ അതിലൊരു നെഗറ്റീവും ഉണ്ട്, ഒരു പോസിറ്റീവും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് പോസിറ്റീവ്സ് മാത്രം കാണാൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതെങ്ങനെ എങ്ങനെയാന്നുള്ളത് മനസ്സിലാവില്ല. ഇപ്പൊ നമ്മളിപ്പം ഒരു പുതിയൊരാളെ പെട്ടെന്ന് നമ്മൾ പരിചയപ്പെട്ട് കുറച്ച് സംസാരിക്കുമ്പോൾ അത് ഭയങ്കര ഒരു എനർജി തരാറുണ്ട്. മീൻസ് ഒരു പരിചയവും ഇല്ലാത്ത പെട്ടെന്ന് കണ്ട് ചിലപ്പോൾ നമുക്ക് അത് അവിടെ അവസാനിക്കുന്നുണ്ടാവും. അപ്പം അത് ഭയങ്കര ഒരു എനർജിയാണ് എനിക്ക് തരാറ്. അപ്പൊ പുതിയ കാര്യങ്ങളോട് ഭയങ്കര എനർജി ഉണ്ട്. അത് ഭയങ്കര എനർജി തോന്നാറുണ്ട്. താങ്ക് യു സർ. താങ്ക് യു സർ. ബാക്കി ദിലീപ് എല്ലാം നായർ. ഉണ്ട്. ഓക്കെ, സൂപ്പർ. ഇനി കുറച്ച് സമയമുള്ള പെട്ടെന്ന് പറയണം കേട്ടാ. അനീറ്റ തയ്യാറായിട്ടിരിക്കുക. ദിലീപ് സർ. ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എന്താ വെച്ചാൽ ആരെങ്കിലും നമ്മൾ ഡിസേർവ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് അവരറിയാതെ തന്നെ ഒന്ന് എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്യുമ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷം കിട്ടാറുണ്ട്. അൾട്ടിമേറ്റ്ലി ആ ഒരു സാധനമാണ് ഇങ്ങനെ വരാറ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സന്തോഷം എന്ന് പറയുന്നത് വലിയ മീനുകൾ വേണ്ട, ചെറിയ മീനുകൾ മതി എന്ന് പറയുന്നത്. അതുപോലെ ചെറിയ കാര്യങ്ങൾ. ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ സാറോടെ ആലോചിച്ചിരിക്കും. ഇപ്പൊ വരാം. അനീറ്റ.
വേഗം പറയൂട്ടോ. ആ കുട്ടികളുടെ കൂടെ പുറമേക്ക് ഇറങ്ങണത് ഇഷ്ടമാണ്. പിന്നെ ഫാമിലിയുടെ കൂടെ ഇരിക്കണത്. പിന്നെ പർച്ചേസ് ചെയ്യണത് ഇഷ്ടമാണ്. അത് ഡ്രസ്സ് മാത്രം കേട്ടാ. ഡ്രസ്സ് പർച്ചേസ് ചെയ്യണത് ഇഷ്ടമാണ്. പിന്നെ നന്നായിട്ട് ഉറങ്ങണത് ഇഷ്ടമാണ്. നന്നായിട്ട് ഉറങ്ങി എണീക്കുമ്പോ ഞാൻ ഭയങ്കര സന്തോഷവതിയായിരിക്കും. പിന്നെ സിനിമ കാണുന്നത്, അത് കുറച്ച് പഴയ സിനിമകൾ കാണുന്നത് ഇഷ്ടമാണ്. പിന്നെ അമ്മയുടെ കൂടെ ഇരിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അമ്മയുടെ കൂടെ ഇരിക്കണത്. നല്ല വാല്യുബിൾ ടൈം സ്പെൻഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ടൈം ആയിട്ടുണ്ട്, പക്ഷെ 1 മിനിറ്റ് കൂടെ ഞാൻ എടുക്കാം. നമ്മൾ എത്രത്തോളം ഈ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കണ്ടുപിടിക്കുന്നോ, അത് ഉണ്ടായിരിക്കും, അത് എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നോ, അത്രമേൽ ഫാസ്റ്റായിട്ട് ബാക്കി വലിയ സന്തോഷങ്ങളൊക്കെ നമുക്ക് എത്തിച്ചേരും. ഓക്കെ, ഇതൊരു അട്രാക്ഷൻ ആണ്. ഓക്കെ, അത് എപ്പോഴും നമുക്കൊരു ഇത്രയും സന്തോഷം നമ്മുടെ ലൈഫിൽ ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ പതിയെ സന്തോഷങ്ങൾ തന്നെയാണ് നമുക്ക് എത്തിച്ചേരുക. യെസ്, റസാഖ് സർ, ജിമ്മൊക്കെ കഴിഞ്ഞിട്ട് എത്തിയോ സാറേ? വേഗം ഒന്ന് സന്തോഷത്തെ കുറിച്ച് 2 കാര്യമെങ്കിലും പറയാം. ഇന്ന് ജിമ്മിന് പോകാൻ കഴിഞ്ഞില്ല. ഇന്നലെ ഒരു യാത്ര പോയതായിരുന്നു. മടങ്ങി വരുമ്പോ പിന്നെ യാത്ര കൊണ്ട് എത്താൻ കഴിഞ്ഞില്ല. അവിടെ ഇടയ്ക്ക് വെച്ച് തിരിക്കേണ്ടി വന്നു. പിന്നെ എത്തുമ്പോ നേരം കഴിയും. പിന്നെ സന്തോഷത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് തൃശ്ശൂരാണല്ലോ ബിസിനസ്. തൃശ്ശൂരിലേക്ക് പട്ടാമ്പി ഈ അവധി ദിവസങ്ങളിൽ നാട്ടുകാരായിട്ട് ഇരിക്കുമ്പോ, കണ്ടവിടെ പോയി ഇരിക്കുമ്പോ ചെറിയ സന്തോഷം കിട്ടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മള് രാവിലെ എല്ലാ ദിവസവും പള്ളി കഴിഞ്ഞ് ജിമ്മിന് പോകാനായിട്ട് മുന്നേ ചായക്കട പോയി ഇരുന്നിട്ട് ഫ്രണ്ട്സായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടാറുണ്ട്. അതുപോലെ തന്നെ വീട്ടില് വരുമ്പോ നേരത്തെ പലരും പറഞ്ഞ ഘടകങ്ങളൊക്കെ ഒരു സന്തോഷം നൽകുന്ന സംഗതികൾ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ പഴയ ഫ്രണ്ട്സുകളെ കുറെ കാലങ്ങൾക്ക് ശേഷം കാണുമ്പോൾ ഒരു സന്തോഷം കിട്ടാറുണ്ട്. വീട്ടിൽ പോകുമ്പോൾ ഉമ്മാനെ അടുത്ത് പോകുമ്പോൾ ഉള്ള സന്തോഷം കിട്ടാറുണ്ട്. ഇതൊക്കെ തന്നെയാണ് ചെറിയ സമയം കൊണ്ട് പറയാനുള്ളത്. വാവ്, സൂപ്പർ സൂപ്പർ. അപ്പൊ നമ്മളുടെ ഈ സന്തോഷങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് നോക്കി, ഇത് എല്ലാവരുടെ ലൈഫിലും ഉള്ളതാണ് അല്ലേ? ഇതൊക്കെ നമ്മൾ ഒരുപാട് ഹാപ്പി അല്ലേ? ഒരുപാട് ഹാപ്പി അല്ലേ നമ്മളെല്ലാവരും? നമ്മൾ സമ്പന്നരാണ്. യെസ്, ഇത് ബോധ്യം എന്തിനാന്ന് വെച്ചാല്, ഇങ്ങനെ ഒരു കാര്യത്തിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് കുറെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. മറ്റൊരു സന്തോഷം എപ്പോഴും നമ്മളെ സന്തോഷം ആക്കുന്ന, അല്ലെങ്കിൽ എന്ത് പ്രതിസന്ധി ഉണ്ട് എങ്കിലും നമുക്ക് അതിനെങ്ങനെ ഹാപ്പി ആക്കാൻ പറ്റും ചോദിച്ചാൽ, 1 സെക്കൻഡിൽ 2 ആളുകൾ വീതം മരണപ്പെട്ടു പോകുന്നുണ്ട് കണക്കുകൾ പ്രകാരം. ഈ 2 ആളുകളിൽ നമ്മളും ഇല്ല, നമ്മളുടെ വേണ്ടപ്പെട്ട ആളുകളും ഇല്ല. ഓരോ നിമിഷവും നമ്മൾ ഹാപ്പിയാണ്, ഹെൽത്തിയാണ്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ, ഹെൽത്തിന് എന്തെങ്കിലും വിഷയം വരുമ്പോൾ, എന്തെങ്കിലും പ്രോബ്ലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിന് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോഴാണ് കൂടുതൽ വിഷമം ഉണ്ടായിരിക്കുക. അപ്പോൾ സ്റ്റിൽ നമ്മൾ ഉള്ളതിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സന്തോഷത്തിലൊക്കെ പ്രസന്റ്ലി ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഫൈനലായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു ഓൾ. ഫയാസ് സർ ഹാൻഡ് റൈസ് ചെയ്തിരുന്നോ? ഇല്ല, ഞാൻ ഹാൻഡ് റൈസ് ചെയ്ത് വേറൊന്നല്ല. ഇതെല്ലാം കേട്ടപ്പോ എനിക്ക് അധികം സന്തോഷം. കാരണം ഇതിൽ എല്ലാം കൂടെ എനിക്ക് പറയാനുള്ള സന്തോഷങ്ങളായിരുന്നു. അപ്പൊ എല്ലാം കേട്ടപ്പോ വേറെ സന്തോഷമായി. അതെ, ഇതാണ് നമുക്കിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കാര്യം. യെസ്, വേറെ ആരെയോ സൗണ്ട് കേട്ടല്ലോ. സന്തോഷം ഷെയർ ചെയ്യാനുള്ളവര് വളരെയധികം എനർജറ്റിക് ആയിട്ട് ഫ്രണ്ടിലോട്ട് വരാട്ടോ. യെസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സന്തോഷിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്കിങ്ങനെ കണ്ടുമുട്ടാൻ പറ്റിയതിലും, ഇത്രയും നേരം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിലും, ഈ ഹാപ്പിനെസ് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റിയതിലൊക്കെ നമ്മൾ വളരെ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. ഇനി ലൈഫിൽ ഹാപ്പിനെസ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. റിലേഷൻഷിപ്പ്, കരിയർ, വെൽത്ത്, ഹെൽത്ത്, ഇതിനൊക്കെ അലൈൻ ചെയ്യുന്ന ഒരു ഫ്രീക്വൻസിയിലേക്ക് എത്താന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാനോ അറിയാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? പെട്ടെന്ന് പറയണം. യെസ്, അപ്പോൾ നാളെ നമുക്ക് കൃത്യം 6:30 സെഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യാട്ടോ. ഐ എം റിയലി സോറി, പ്ലീസ് ഫോർഗിവ് മീ. ഐ താങ്ക് യു, ഐ ലവ് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാവരുടെ ലൈഫിലും ഒരുപാട് സന്തോഷവും സമാധാനവും സമൃദ്ധിയും സ്നേഹവും സമ്പത്തൊക്കെ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ ബ്ലസ് ചെയ്യുന്നു. യെസ്, എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചേ. നമുക്കൊരു സെൽഫി എടുക്കാം. യെസ്, പുഞ്ചിരിക്കുക. എന്താ ഒരു ക്യൂട്ട്നെസ്.
രാവിലെ തന്നെ നിൽക്കാം. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അതെ അതെ, നമ്മളെ സന്തോഷിപ്പിക്കുമല്ലോ. അതെ, ജോബി മാഷാണ് വെച്ചെങ്കിൽ ഇത് പറക്കുക. അവിടെ തന്നെ നിക്കണേ, ചില ആളുകളെ കിട്ടിയിട്ടില്ല. യെസ്, ചിരിച്ചുകൊണ്ടിരിക്കുക. യെസ്, സൂപ്പർ. താങ്ക് യു ഓൾ, ലവ് യു ഓൾ. ഐ വിഷ് മോർ പവർ ടു യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. സൂപ്പർ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഷബാന, താങ്ക് യു സോ മച്ച്. താങ്ക് യു.